എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ 2025 ജൂലൈ 1 മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ മാസത്തിൻ്റെയും ആദ്യ ദിവസമാണ് രാജ്യത്തെ എണ്ണ വിതരണ ഗ്യാസ് കമ്പനികൾ സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കുന്നത്. ജൂലൈ 1 തീയതിയിലും ഗ്യാസ് സിലിണ്ടറിൻ്റെ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ജൂലൈയിൽ ഗ്യാസ് വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ പോലുള്ള വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 19 കിലോഗ്രാമിൻ്റെ സിലിണ്ടറിന് വീണ്ടും വില വെട്ടിക്കുറയ്ക്കുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ചെയ്തിരിക്കുന്നത്. 57.5 രൂപയാണ് കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന് ജൂലൈ 1 മുതൽ കൊച്ചിയിലെ വില 1672 രൂപയായി. കോഴിക്കോട് സിലിണ്ടറിൻ്റെ വില 1704 രൂപയായി. തിരുവനന്തപുരത്ത് 1690 രൂപയുമാണ് പുതുക്കിയ വില. കഴിഞ്ഞ ഏപ്രിലിൽ 43 രൂപയും മെയ്യിൽ 15 രൂപയും ജൂണിൽ 25 രൂപയും വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ കുറവ് വരുത്തിയിരുന്നതാണ്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള 14.2 കിലോഗ്രാമിൻ്റെ സിലിണ്ടറിൻ്റെ വില ഇത്തവണയും കുറച്ചിട്ടില്ല. ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില കുറച്ചത് 2024 മാർച്ച് 8 വനിതാ ദിനത്തിൻ്റെ സമ്മാനമായിട്ടാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അന്ന് വില കുറച്ചത്. 2025 ഏപ്രിലിൽ ഗാർഹിക സിലിണ്ടറിന് 50 രൂപ കൂട്ടുകയും ചെയ്തിരുന്നു. നിലവിൽ വീട്ടാവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറിന് കൊച്ചിയിൽ 860 രൂപയും കോഴിക്കോട് 861 രൂപയും തിരുവനന്തപുരത്ത് 862 രൂപയുമാണ് നൽകേണ്ടത്. എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ 1 കോടിയിലേറെ LPG ഉപഭോക്താക്കൾ ഉണ്ട്. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയ്ക്ക് കീഴിൽ മാത്രം 3 ലക്ഷത്തിലധികം പേരുണ്ട്. അടുത്തത്, ഗ്യാസ് ഏജൻസിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിക്കുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ബിൽ തുക മാത്രമേ ഉപഭോക്താവ് നൽകേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഗ്യാസ് ഏജൻസിയിൽ നിന്ന് 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും 15 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയും 20 കിലോമീറ്ററിന് മുകളിൽ 60 രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണമെന്ന് നിർബന്ധമുണ്ട്. ബില്ലിൽ ഇല്ലാത്ത ഒരു തുകയും ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നാണ് ചട്ടം പറയുന്നത്. കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് തന്നെ പറയാവുന്നതാണ്. ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടുകൂടി അതുമൂലമുള്ള അപകടങ്ങളുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും മാരകമായ അപകടങ്ങൾ തന്നെ ഗ്യാസ് സിലിണ്ടർ മൂലം ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും 50 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന കാര്യം പലർക്കും അറിയാത്ത കാര്യമാണ്. പ്രീമിയമായി നിങ്ങൾ 1 രൂപ പോലും അടയ്ക്കാതെയാണ് ഇത്രയും വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം സിലിണ്ടറുകളുടെ കാലാവധിയാണ്. വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറിനും ഇത് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സിലിണ്ടറുകളിലും ഇത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. റീഫിൽ ചെയ്ത സിലിണ്ടർ വീടുകളിൽ കൊണ്ടുവരുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെയോ അല്ലെങ്കിൽ വിതരണ കമ്പനിയുടെയോ സഹായം തേടാവുന്നതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതല്ല. കണക്ഷൻ ആരുടെ പേരിലാണെന്നും പ്രധാനമാണ്. മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതല്ല.
ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാലാണ് 50 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്നത്. അല്ലാതെയുള്ളതിന് അപകടത്തിന്റെ തീവ്രതയും നാശനഷ്ടങ്ങളും പരിഗണിച്ചായിരിക്കും ഇൻഷുറൻസ് തുക എത്രയെന്ന് തീരുമാനിക്കുന്നത്. അപകടം നടന്ന് 30 ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഗ്യാസ് വിതരണക്കാരെയും അറിയിക്കേണ്ടതാണ്. നഷ്ടപരിഹാരം വാങ്ങുന്നതിന് FIRന്റെ പകർപ്പും നൽകേണ്ടതാണ്. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും പരിക്കേറ്റവരുടെ അവസ്ഥയും അതോടൊപ്പം തന്നെ ചികിത്സാ ചെലവുകളും എന്നിവയുമായി ബന്ധപ്പെടുത്തിയുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളും നൽകേണ്ടതാണ്. ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക എത്രയെന്ന് നിശ്ചയിക്കുന്നത്. ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകുന്നതാണ്. അവരത് ഉപഭോക്താവിന് കൈമാറുന്നതാണ്. രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി 6 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാര തുക ലഭിക്കുന്നതാണ്. ഗ്യാസ് സിലിണ്ടറുകൾ വഴിയുള്ള പാചകം വളരെ സുരക്ഷിതമാണെങ്കിലും അശ്രദ്ധയും മറവിയും മൂലം ചിലപ്പോൾ അപകടം ഉണ്ടാകുന്നതാണ്. ആ ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരമൊരു ആനുകൂല്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, പാചകവാതക കണക്ഷൻ നിലനിർത്തുന്നതിനും ഗ്യാസ് സിലിണ്ടറുകൾ തടസ്സമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഗ്യാസ് ഏജൻസികൾ ഉപഭോക്താക്കളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപഭോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിംഗിനായിട്ട് കയ്യിൽ കരുതേണ്ടത്. മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികളിൽ ഉണ്ടായിരിക്കുന്നതാണ്. സൗജന്യമായി തന്നെ ഏജൻസികളിൽ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപഭോക്താക്കളെല്ലാം തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ഇനി ഗ്യാസ് കണക്ഷൻ എടുത്തയാൾ വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ കിടപ്പ് രോഗിയോ ആണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റേണ്ടതാണ്. ഇത് ചെയ്യുന്നതിനായിട്ട് റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇനി ഗ്യാസ് ഏജൻസിയിൽ പോകാതെ തന്നെ നിങ്ങളുടെ സിലിണ്ടർ വിതരണ കമ്പനി ഏതാണോ അതിൻ്റെ മൊബൈൽ നമ്പറും ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മസ്റ്ററിംഗ് സ്മാർട്ട് ഫോൺ വഴി ചെയ്യാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും CSI സെന്ററുകൾ വഴിയും അവരുടെ സർവീസ് ചാർജ് നൽകിയും ചെയ്യാവുന്നതാണ്. നിലവിലെ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് തന്നെ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.